ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞവരെ, എല്ലാവർക്കും നല്ലൊരു നൊയമ്പ് കാലം ആശംസിക്കുന്നു. ചുങ്കം പിരിക്കുന്നവൻ, സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവൻ, റോമാ സാമ്രാജ്യത്തിൻ്റെ അടിമ, ഇങ്ങനെ ഒരു ജനത മുഴുവനും തിരസ്കരിക്കുകയും അവഗണിക്കുകയും ചെയ്ത സക്കേവൂസിനെ തേടിയെത്തുന്ന ഈശോയെയാണ് നമുക്ക് ഇന്നത്തെ സുവിശേഷത്തിൽ കാണാൻ സാധിക്കുന്നത്. പരിശുദ്ധമായ മാമോദീസായിലൂടെ ഈശോയുടെ ശിഷ്യന്മാരായി തീർന്ന നമുക്കും നൽകപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തം ഇത് തന്നെയാണ്. വാതിലുകൾ തുറന്നിട്ടുകൊണ്ട് ആളുകളെ സ്വീകരിക്കുന്ന സഭ മാത്രമായിട്ട് ചുരുങ്ങാതെ പുതിയ വഴികളിലൂടെ നടക്കാനായിട്ട് സാധിക്കണം. മ്ലാനവദനരിലേക്ക്, കഷ്ടപ്പെടുന്നവരിലേക്ക്, ദുഃഖിതരിലേക്ക്, വേദന അനുഭവിക്കുന്നവരിലേക്ക് ഒരു പുതിയ സ്നേഹത്തിൻ്റെ ഇടയ ദൗത്യവുമായിട്ട് നാം എല്ലാവരും ഇറങ്ങിച്ചെല്ലണം. ഫ്രാൻസിസ് മാർപ്പാപ്പ യുവാക്കൾക്കായിട്ട് യുവാവായ ഈശോയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയുന്നത് ഇപ്രകാരമാണ്: നമുക്ക് അവരെ ഇടയ ദൗത്യത്തിലേക്ക് പരിശീലിപ്പിക്കാം. പുറത്തു പോകാൻ, പുറപ്പെട്ടു പോകാൻ, വിശ്വാസം സംവദിക്കുന്ന നാടോടികളാകാൻ നമുക്കവരെ പരിശീലിപ്പിക്കാം. ഇന്നത്തെ സുവിശേഷം പറയുന്നു, സക്കേവൂസിന് യേശുവിനെ കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ പൊക്കം കുറവായതിനാൽ ജനക്കൂട്ട നിമിത്തം അവന് അത് സാധ്യമായിരുന്നില്ല. സ്നേഹം നിറഞ്ഞവരെ, സക്കേവൂസിന് ജനക്കൂട്ടമായിരുന്നു ഈശോയെ കാണാൻ പ്രതിബന്ധമായിട്ട് നിന്നത്. ഒരാൾ ദിവസവും പള്ളിയിൽ പോകുന്നത് കാണുമ്പോൾ, ഒരു ധ്യാനമെല്ലാം കൂടി മദ്യപാനം, പുകവലിയെല്ലാം ഉപേക്ഷിച്ച് ഈശോയോട് ചേർന്ന് നിൽക്കുന്നത് കാണുമ്പോൾ ജനക്കൂട്ടം പറയും, അവനും ഒരു പുണ്യാളച്ചനായെന്ന്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ വാക്ക് മാത്രം മതിയായിരിക്കും അവനെ പണ്ടത്തെ ആ പാപകരമായ അവസ്ഥയിലേക്ക് നീക്കിക്കളയാൻ. നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഈശോയെ കണ്ടുമുട്ടുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന പ്രതിബന്ധം? ഒരു പക്ഷേ നമുക്ക് മറ്റുള്ളവരോടുള്ള വിരോധത്തിൻ്റെ ബന്ധനമാകാം, ചില തഴക്കദോഷങ്ങളുടെ ബന്ധനമാകാം, ചില വേദനകളുടെ മുറിപ്പെടുത്തലുകളുടെ ബന്ധനമാകാം. ഇതിനെയെല്ലാം പ്രാർത്ഥനയോടെ അതിജീവിക്കാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് ഈശോയെ കണ്ടുമുട്ടാൻ സാധിക്കുന്നത്. ഈശോയെ കണ്ടുമുട്ടിയ സക്കേവൂസിൻ്റെ ജീവിതത്തിൽ പിന്നീട് കാണുന്നത് അത്ഭുതങ്ങളാണ്, അടയാളങ്ങളാണ്. സക്കേവൂസ് പറയുന്നു, ആരുടെയെങ്കിലും വക ഞാൻ വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 7 ഇരട്ടിയായിട്ട് ഞാൻ തിരികെ കൊടുക്കുന്നു. എൻ്റെ സമ്പത്തിൻ്റെ പകുതി ഞാൻ ദരിദ്രർക്ക് ദാനം ചെയ്യുന്നു. ഇങ്ങനെ സ്വന്തം തെറ്റിനെക്കുറിച്ച് അനുതപിച്ച് പരിഹാരം ചെയ്യുന്ന സക്കേവൂസിനോട് ഈശോ പറയുന്നു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നുവെന്ന്. മാരകമായ സ്ഫോടനം നടത്താൻ കഴിവുള്ള ഡൈനാമിറ്റ് കണ്ടുപിടിച്ച ആൽഫ്രഡ് നോബൽ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ അദ്ദേഹം മരിച്ചു കഴിയുമ്പോൾ കൊടുക്കേണ്ട ചരമ വാർത്തയുടെ ഒരു മാതൃക നൽകുകയുണ്ടായി. അതിൽ അദ്ദേഹത്തെ തൻ്റെ ബിസിനസ്സിലൂടെ, ഡൈനാമിറ്റ് ബിസിനസ്സിലൂടെ സമ്പന്നനായ ഒരു വലിയ പണക്കാരനായിട്ട് അവതരിപ്പിക്കുന്നു. ഒരു ഡൈനാമിറ്റ് രാജാവായിട്ട് പ്രഖ്യാപിക്കുന്നു. എന്നാൽ ഇതെല്ലാം വായിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു ഞെട്ടലാണ് അനുഭവപ്പെട്ടത്. തൻ്റെ പരിശ്രമത്തിലൂടെ താൻ നേടിയ ഈ വലിയ കണ്ടുപിടുത്തം തനിക്ക് സമ്പത്തിന് കാരണമായെങ്കിലും അനേകരുടെ ദോഷത്തിന് കാരണമായെന്ന തിരിച്ചറിഞ്ഞ് അതിലനുതപിച്ച് മാനസാന്തരപ്പെട്ട് തൻ്റെ സമ്പത്തെല്ലാം ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ രൂപപ്പെട്ടതാണ് നൊബേൽ സമ്മാനം. തൻ്റെ തെറ്റിനെക്കുറിച്ച് പ്രായശ്ചിത്തം ചെയ്ത് പരിഹാരം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ഈശോ അവരോടൊക്കെ പറയും, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നുവെന്ന്. ഇന്നത്തെ സുവിശേഷം നമ്മോട് പ്രധാനമായും 2 കാര്യങ്ങളാണ് ആവശ്യപ്പെടുന്നത്. ഒന്നാമത്തെ കാര്യം, ഈശോയെ കാണാൻ നമ്മുടെ ജീവിതത്തിൽ പ്രതിബന്ധമായിട്ട് നിൽക്കുന്നതിനെയെല്ലാം അതിജീവിക്കണമെന്നുള്ളതാണ്. സക്കേവൂസിനെ സംബന്ധിച്ച് ജനക്കൂട്ടമായിരുന്നു പ്രതിബന്ധം. ഈ ജനക്കൂട്ടത്തെ സക്കേവൂസ് അതിജീവിച്ചത് സിക്കമൂർ മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു കൊണ്ടാണ്.
നമ്മുടെ എല്ലാം ജീവിതത്തിലെ സിക്കുമൂർ മരം എന്നുള്ളത് നമ്മുടെ ഇടവക ദേവാലയമാണ്. ആരെല്ലാം നമ്മുടെ ദേവാലയത്തിൽ ഇരിക്കാൻ സമയം കണ്ടെത്തുന്നുവോ അവരുടെ എല്ലാം ജീവിതത്തിൽ ഈശോ ഇറങ്ങി വരും. അവരുടെ ജീവിത പ്രതിസന്ധികളിൽ ഈശോ പ്രവർത്തിക്കാൻ തുടങ്ങും. സുവിശേഷം നമ്മോട് ആവശ്യപ്പെടുന്ന രണ്ടാമത്തെ കാര്യം നമ്മുടെ പാപത്തെക്കുറിച്ച് അനുതപിച്ച് അതിന് പരിഹാരം ചെയ്യാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. നമ്മുടെ പാപത്തെക്കുറിച്ച് അനുതപിക്കാൻ സ്വർഗം നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് നമ്മുടെ കുമ്പസാരക്കൂടുകൾ. സക്കേവൂസിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഈശോ നമ്മെയും നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ കാത്തിരിക്കുന്ന സ്ഥലമാണ് കുമ്പസാരക്കൂട്. നമുക്ക് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് അനുതപിക്കാം. ഈശോയോട് കൂടുതൽ ചേർന്നിരിക്കാനായിട്ട് ഈ നൊയമ്പ് കാലം സാധ്യമാകട്ടെ. നമ്മെ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ.